ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ പുഴയിലോ കുളത്തിലോ പോയി കുളിക്കുക എന്നത് ഇവർക്ക് നിർബന്ധമായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് അടുത്തുള്ള കുളത്തിലേക്ക് പോയി കുളിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓക്കെ മാമ എന്നും പറഞ്ഞ് കുളത്തിലേക്ക് നടക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ അനുവും അതുവും ഉണ്ണിക്കുട്ടനുമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് കുളിക്കാനായി പോകുന്ന കുളത്തിൻ്റെ പേരാണ് മലയഞ്ചിറ. ഈ കുളമാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഏറ്റവും വലിയ കുളം. ഇവിടെ നിന്നാണ് ഞാനും കൂട്ടുകാരുമൊക്കെ നീന്തൽ പഠിച്ചത്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഒരു റോഡിലൂടെയാണ്. ടാർ ചെയ്ത റോഡായതുകൊണ്ട് അവിടെവിടങ്ങളിലായി ടാർ ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്രാമീണ റോഡിൻ്റെയും ചുറ്റുപാടിൻ്റെയും ഒക്കെ ഭംഗി എടുത്തു പറയേണ്ടതില്ലല്ലോ. ചുറ്റും പച്ചപ്പ് കാണാൻ സാധിക്കുന്ന ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. നടന്നുകൊണ്ട് കുളിക്കാനായി പോകുമ്പോൾ കുളത്തിലെത്തുന്നത് വരെ ആസ്വദിക്കാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. ഞാൻ എപ്പോൾ നാട്ടിലെത്തിയാലും കുളിക്കാനായി എത്തുന്ന ഒരു കുളമാണ് ഇത്. അവസാനം നടന്ന് നമ്മൾ കുളമെത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ പണ്ട് കുളിക്കാനായി വരുമ്പോൾ 5 or 6 കടവുകളുണ്ടായിരുന്നു. അതുപോലെ കുളത്തിന് നടുക്കായി ഒരു കുറ്റിയും ഉണ്ടായിരുന്നു. ഓമക്കുറ്റി എന്നായിരുന്നു ഇതിൻ്റെ പേര്. കുളത്തിൻ്റെ ഒരറ്റത്തുള്ള കടവിലായിരുന്നു ഞങ്ങൾ സാധാരണ കുളിക്കാൻ ഇറങ്ങുന്നത്. ആ കടവിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുളത്തിൽ പോയി കുളിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ കുറവ് കാരണം ശുദ്ധജല മത്സ്യകൃഷിക്കായാണ് കുളം ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. നമ്മൾ നടന്നു വന്ന റോഡ് കുളത്തിൻ്റെ മറുകരയിലുള്ള റോഡുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോഡ് പഞ്ചായത്തിൻ്റെ വികസന ലക്ഷ്യങ്ങളിൽ മുൻഗണനയിലുള്ള ഒന്നാണ്. കുറച്ചു കാലതാമസം എടുത്താലും നിലവിൽ വരുമെന്നു തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. കുളത്തിൻ്റെ അറ്റത്തുള്ള കടവിലെത്തി അങ്ങനെ പിള്ളേർ കുളത്തിലിറങ്ങി കുളി തുടങ്ങി. കുളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഈ കുളത്തിൽ കുളിക്കാനായി വന്നതും ഈ കരയിൽ നിന്ന് ഓമക്കുറ്റി വരെ നീന്തിയെത്തി കുറച്ചു നേരം കുറ്റിയിൽ പിടിച്ച് വിശ്രമിച്ച് മറുകരയിലെത്തിയതെല്ലാം ഓർമ്മ വരും. അങ്ങനെ ഓരോരുത്തർക്കും ഓർക്കാനുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഈ കുളത്തിൽ കുളിക്കുന്നത് ഒരു ഭാഗ്യമായാണ് ഞാൻ ഇന്നും കരുതുന്നത്. അവസാനം ഞാനും കുളത്തിലിറങ്ങി കുറച്ചു നേരം നീന്തിയതിന് ശേഷം ഒരു കുളിയും പാസാക്കി. ഈ കുളത്തിനെക്കുറിച്ചും നിങ്ങളുടെ നാട്ടിലെ കുളങ്ങളും അതിൽ നിങ്ങൾക്കുണ്ടായ രസകരമായ അനുഭവങ്ങളെക്കുറിച്ചും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ മുഴുവനും കണ്ടതിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.